നമസ്കാരം. ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നടക്കുന്ന ഒരു മേഖലയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കിയയുടെ സോണറ്റ് എന്ന് പറയുന്നൊരു വാഹനം ഓൾറെഡി ഉണ്ട്. അത് 4 മീറ്ററിന് താഴത്തേക്കുള്ള ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. അതേ കാറ്റഗറിയിൽ തന്നെ അവർ ഇപ്പോൾ സിറോസ് എന്ന് പറയുന്ന മറ്റൊരു വാഹനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരേ കാറ്റഗറിയിൽ 2 പ്രോഡക്റ്റാണ് ഇപ്പോൾ അവർ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് പ്രീമിയം ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 1-2 ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഗിമ്മിക്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. മാരുതി സുസുക്കി ഇപ്പോൾ നിലവിൽ എറീന ഷോറൂം വഴി അവരുടെ ഒരു പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വാഹനം Y17 എന്ന് പറയുന്ന കോഡ് നെയിമിൽ ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നത് ബ്രസയ്ക്ക് മുകളിലായിരിക്കും, ഗ്രാൻഡ് വിറ്റാരയ്ക്ക് താഴെയായിരിക്കും. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് നെക്സ ഔട്ട്ലെറ്റ് വഴി വിൽക്കുന്നൊരു വാഹനമാണ്. എന്നാൽ ബ്രസ അരീന ഔട്ട്ലെറ്റ് വഴി വിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എർട്ടിഗ അത് മാത്രമല്ല XL6 ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ എതിരാളിയാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഈ ഒരു വാഹനം 5 സീറ്റർ വാഹനമാണ്. എർട്ടിഗ വരുന്നത് അരീന ഷോറൂം വഴിയാണ്. XL6 ആണെന്നുണ്ടെങ്കിൽ നെക്സ ഷോറൂം വഴിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് വാഹനം 2025 2 വാഹനങ്ങളാണ് മാരുതി സുസുക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ ഒരു വാഹനം കോഡ് നെയിം ആയിട്ടുള്ള Y17 എന്ന് പറയുന്ന വാഹനമാണ്. ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എറീന ഷോറൂമിലാണ്, ബ്രസയ്ക്ക് മുകളിലാണ്. തീർച്ചയായിട്ടും ഈ 5 സീറ്റർ വാഹനത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 3-ാം തീയതിയാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 2024 മാരുതി സുസുക്കി എക്സ്ക്യൂഡോ എന്ന് പറയുന്നൊരു നെയിം പ്ലേറ്റ് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തു. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ മാർക്കറ്റിൽ ഈ ഒരു നെയിം പ്ലേറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിത്താരയ്ക്ക് അവിടെ വിളിക്കുന്നത് എക്സ്ക്യൂഡോ എന്ന് പറയുന്ന ഒരു പേരിലാണ്. എക്സ്ക്യൂഡോ എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഈ 5 സീറ്റർ വാഹനം വരാൻ പോകുന്നത്. എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത? ഈ വാഹനത്തിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഉണ്ടായിരിക്കും. കാരണം 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത് ഉള്ള ഒരു വാഹനമാണിത്. തീർച്ചയായിട്ടും ഇതിനൊരു ലോവർ വേരിയൻ്റ് ഉണ്ടായിരിക്കും. അതായത് സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഹൈ എൻഡ് സ്പെക്കുള്ള തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വേരിയൻറ്റും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് മിഡ് സൈസ് SUVയിലെ കിങ് എന്ന് വിളിക്കുന്ന ക്രെറ്റയും അത് മാത്രമല്ല അതിന് അത്രത്തോളം സെയിലൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ തന്നെ K2 പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു വാഹനമായിട്ടുള്ള കിയയുടെ സെൽറ്റോസും ആ വാഹനങ്ങൾക്കൊക്കെ എതിരാണ് ഇത് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ കുറച്ച് അംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. കുറച്ച് സ്ലീക്കായിട്ടായിരിക്കും അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. അതായത് സ്ലീക്കായിട്ടുള്ള LED ഹെഡ് ലാമ്പുകൾ വരുന്നുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടും വെർട്ടിക്കൽ ഷേപ്പിലുള്ള ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഫോഗ് ലാമ്പൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരും. എയർ ഡാമിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഏകദേശമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റ എൻലൈൻ്റെ ബമ്പറിനോടനുബന്ധിച്ചൊക്കെ കാണുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ പോലെ ഈ ഒരു വാഹനത്തെ ഇതിൻ്റെ ഒരു ക്യാമോഫ്ലാജ് ചെയ്തൊരു വാഹനം കാണുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു കാര്യം പറയുന്നത് ഈ ഒരു വാഹനം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഈ ഒരു വാഹനം എറീന ഷോറൂം വഴിയാണ് വരുന്നത്. എറീനയിൽ അവർക്കൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലില്ല. തീർച്ചയായിട്ടും 1-2 ചോയ്സ് വരുമ്പോഴത്തേക്കും, അതായത് മിഡ് സൈസ് SUVയിൽ 1-2 ചോയ്സുകൾ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് തീർച്ചയായിട്ടും മാരുതി സുസുക്കിയിൽ ഒരു വാഹനം എന്തായാലും അവർ കൺസിഡർ ചെയ്യും. കാരണം ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാരുതി സുസുക്കിക്ക് ഇപ്പോൾ ഡീസൽ വാഹനങ്ങളില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. എന്നാലും എക്സ്പെക്ട് ചെയ്യുന്നത് 1.5 ലിറ്റർ ആ ഒരു എഞ്ചിനായിരിക്കും വരാൻ പോകുന്നത്. 103 BHP ആണ് സ്മാർട്ട് ഹൈബ്രിഡ് വേർഷനുള്ള ആ ഒരു എഞ്ചിന്. മാത്രമല്ല 88 BHPയിലേക്ക് അതിൻ്റെ പവർ കുറയും. അത് CNG ആകുമ്പോഴത്തേക്കാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൈബ്രിഡ് വാഹനം, അതായത് ഹൈബ്രിഡിന് സർക്കാർ കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഹൈബ്രിഡിനെ മാക്സിമം മാരുതി മുമ്പോട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ എഞ്ചിൻ പ്രദാനം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 116 BHP ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാഹനം എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ കുറച്ച് അംശങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും. അത് ഒരു C പില്ലറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരുപാട് സാദൃശ്യം നമുക്കവിടെ കാണാൻ കഴിയും. B പില്ലർ കഴിയുമ്പോഴത്തേക്കും ആ ഗ്രാൻഡ് വിറ്റാര ഷെയ്ഡ് അങ്ങോട്ട് വരും.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ബ്രസയുടെ ഇൻറ്റീരിയറിനോട് സാദൃശ്യമുള്ള, അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും കീയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ വാഹനങ്ങളിലും ഷെയർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലേക്കും വരും. എക്സ്പോർട്ട് കൂടി കമ്പനി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും കൂടെ ഈ ഒരു മോഡലിനെ കമ്പനി ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മാരുതി സുസുക്കി ലോഞ്ച് ചെയ്യാൻ പോകുന്ന മറ്റൊരു വാഹനം ഈ വിറ്റാരയാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ ക്യാമോഫ്ലാജ് ചെയ്ത പിക്ചേഴ്സിലൊന്നും അതിൻ്റെ ബ്രാൻഡ് നെയിം കറക്റ്റായിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു ഫോട്ടോയിൽ, അതായത് ഈ വിറ്റാരയിൽ തന്നെ എക്സ്ക്യൂഡോ എന്ന് പറയുന്ന ലേബൽ കാണാനിടയായി. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഈ ക്യാമോഫ്ലാജ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തെ ഫോളോ ചെയ്യുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നൊന്നും അറിയില്ല. തീർച്ചയായിട്ടും സെപ്റ്റംബർ 3 E17 എന്ന് പറയുന്ന കോഡ് നെയിമിലുള്ള വാഹനം, അത് എക്സ്ക്യൂഡോ എന്ന് പറയുന്ന നാമത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് അറീന ഷോറൂമിൽ ഈ ഒരു വാഹനം വരും. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.